ലോകമെമ്പാടും ആഞ്ഞടിച്ച പ്രവാസി പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ഖമേനിക്ക് മരണമെന്ന മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങി ഇറാനികൾ. ഇറാനിലെ വിവിധ നഗരങ്ങളിൽ ഞായറാഴ്ച രാത്രി മുതൽ വീണ്ടും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായി. കടുത്ത അടിച്ചമർത്തലിനിടയിലും പ്രതിഷേധവുമായി സമരക്കാർ സജീവമായി. വിദേശ രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലികൾക്ക് പിന്നാലെയാണ് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലും മറ്റ് പ്രവിശ്യകളിലും ജനങ്ങൾ വീടുകളുടെ ജനലകളിലൂടെയും ബാൽക്കണികളിലൂടെയും സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിയത്. ടെഹ്റാനിലെ എക്ബദാൻ ജില്ലയിൽ ഖമേനിക്ക് മരണം, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് മരണം തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ഷിറാസ്, അരാഖ്, കറാച്ച് എന്നീ നഗരങ്ങളിലും സമാനമായ പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂറോപ്പിലും വടക്കേ അമേരിക്കയിലുമായി ശനിയാഴ്ച നടന്ന വമ്പിച്ച പ്രവാസി റാലികൾ ഇറാനിലെ പ്രതിഷേധക്കാർക്ക് വലിയ ആവേശം നൽകി. ഏകദേശം 2,50,000 പേർ പങ്കെടുത്ത റാലിയെ മുൻ ഷാ രാജാവിന്റെ മകൻ റസാ പഹ്ലവി അഭിസംബോധന ചെയ്തു. ടൊറാന്റോ, ലോസ് ആഞ്ചൽസ്, ലണ്ടൻ എന്നിവിടങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. ആകെ 1 ദശലക്ഷത്തിലധികം ആളുകൾ ലോകമെമ്പാടും പ്രതിഷേധിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കനുസരിച്ച് ഇതുവരെ ഏകദേശം 7,005 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സമരക്കാർ ഈ സംഖ്യ 36,000 വരെയാകാമെന്ന് അവകാശപ്പെടുന്നു. ഇതുവരെ 53,000-ലധികം ആളുകളെ ഇറാൻ സുരക്ഷാ സേന തടവിലാക്കിയിട്ടുണ്ട്. ഈ ആഭ്യന്തര കലാപങ്ങൾക്കിടയിൽ ചൊവ്വാഴ്ച ജനീവയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. അതേസമയം ഇറാൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന സൂചന ലഭിച്ചതോടെ ഇറാനിലേക്ക് ഒരു പടക്കപ്പൽ കൂടെ ട്രംപ് അയച്ചിരിക്കുകയാണ്. ഇറാൻ-US ചർച്ചകളുടെ ഫലം ഇറാന്റെ ഭാവി മേഖലയിലെ സൈനിക നടപടികൾക്കും നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ.